കൊല്ലം തേവലക്കര സ്കൂളിലെ 13 വയസ്സുകാരൻ മിഥുന്റെ മരണം KSEBയുടെ അനാസ്ഥയുടെ ഒരു ഉദാഹരണം മാത്രമാണ്. കേരളത്തിലെ വൈദ്യുതി അപകടങ്ങളുടെ വ്യാപ്തി തുറന്നു കാട്ടുകയാണ് സംസ്ഥാന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ കണക്കുകൾ. കഴിഞ്ഞ 5 വർഷം സംസ്ഥാനത്തുണ്ടായ വൈദ്യുതി അപകടങ്ങൾ പലവിധമാണ്. നഷ്ടമായത് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ അത്താണിയും. വൈദ്യുതി രംഗത്തെ സുരക്ഷയെക്കുറിച്ച് സർക്കാർ വാചാലരാകുമ്പോഴും ആധികാരികമായ കണക്ക് നാണക്കേടിൻ്റെതാണ്. 2020 മുതൽ 24 വരെയുള്ള കാലത്ത് ആകെ വൈദ്യുതി അപകട മരണം സംഭവിച്ചത് 1133 മനുഷ്യജീവനുകൾക്കാണ്. 2016 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതലുള്ള ഷോക്കേറ്റ് മരണ കണക്ക് 2054 വൈദ്യുതി അപകടങ്ങളിൽ മരിക്കുകയും പരിക്കേൽക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നേയില്ല. 2024-25 വർഷത്തിൽ, അതായത് കഴിഞ്ഞ വർഷം മരിച്ചത് 241 മനുഷ്യർ. ഏറ്റവും കൂടുതൽ മനുഷ്യജീവൻ പൊലിഞ്ഞത് പാലക്കാട് ജില്ലയിലാണ്, 32 പേർ. തിരുവനന്തപുരത്ത് 31 പേരും. 2023-24 205 മനുഷ്യജീവനുകളാണ് വൈദ്യുതി അപകടങ്ങളിൽ ഇല്ലാതായത്. 2022-23 209 പേരും, 2021-22 236 പേരും, 2020-21 242 പേരും മരണത്തിന് കീഴടങ്ങി. KSEBയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ 5 വർഷമുണ്ടായ അപകട മരണങ്ങളും കുറച്ചൊന്നുമല്ല. 577 മനുഷ്യജീവനുകളാണ് നഷ്ടമായത്. ഇതിൽ കഴിഞ്ഞ വർഷം മരിച്ചത് 109 പേരും. അതായത് KSEBയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെയും ശരാശരി 100 കുറയാതെ മരണം എല്ലാ വർഷവും ഉണ്ടായി. ഈ കണക്കുകൾ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്: സംസ്ഥാനത്തെ വൈദ്യുതി മേഖലയുടെ സുരക്ഷയെക്കുറിച്ചുള്ള സർക്കാർ വാദങ്ങളൊക്കെ പ്രഹസനമാണ്. സുരക്ഷയ്ക്കായി വാരാഘോഷമൊക്കെ നടത്തി നമ്മൾ മുന്നേറുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും ഈ മരണക്കണക്കുകളെല്ലാം പരാജയമാണെന്നതിൻ്റെ തെളിവാണ്.